الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, നമ്മേറെ ഇഷ്ടപ്പെടുന്ന സർവ്വലോകങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഗൗരവത്തിൽ ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ദുൽഹിജ്ജ മാസത്തിൻ്റെ 9-ാമത്തെ ദിവസത്തിലെ ഈ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഹാജിമാർ മുഴുവനും മിനയിൽ കല്ലെറിയാൻ വേണ്ടിയുള്ള നടത്തത്തിലും യാത്രയിലുമാണ് ഇന്നവർ ഉള്ളത്. പ്രയാസങ്ങളില്ലാതെ ഹജ്ജ് പൂർത്തീകരിക്കുവാൻ, മബ്റൂറായ ഹജ്ജ് നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹാജിമാർ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനമായ കർമ്മം അറഫ. ഇന്നലെ അവർ സമ്മേളിച്ചു കഴിഞ്ഞു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അത് അറഫയാണ്. അറഫ ഇല്ലാത്തവന് ഹജ്ജില്ല. അറഫ ലഭിച്ചവന് ഹജ്ജ് ലഭിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. യഥാർത്ഥത്തിൽ അറഫയുടെ ദിവസം എന്നുള്ളത്
അതൊരു സാധാരണ ദിവസങ്ങളെ പോലെയുള്ള ദിവസങ്ങളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ വഇന്നഹു ലയദ്നു ثم يباهي بهم الملائكة فيقول ما أراد هؤلاء. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഏറെ ഇടയുള്ള ഒരു ദിവസം, അത് അറഫയുടെ ദിവസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് ഹാജിമാരെ കുറിച്ച് പ്രശംസിച്ചു പറയും. അവരെന്താണ് എന്നോട് ചോദിക്കുന്നത്? അവരുടെ ലക്ഷ്യം എന്താണ്? അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അവർ ചോദിക്കട്ടെ, ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്നുള്ളത്. അത് അറഫയുടെ ഒരു പ്രത്യേകതയാണ് സഹോദരന്മാരെ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല യുബാഹി മലായികതുഹു അശിയത അറഫ ബിഅഹ്ലി അറഫ യഖൂലു ഉൻദുറു ഇലാ ഇബാദി അതൂനി ശഅഫൻ ഗബറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അറഫയിൽ സമ്മേളിച്ചവരെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ വൈകുന്നേരം, അറഫയുടെ ദിവസത്തിന്റെ ആ വൈകുന്നേരം അഭിമാനത്തോടുകൂടി മലക്കുകളോട് പറയും, പൊടിപുരണ്ട ശരീരവുമായി, ജടപിടിച്ച തലയുമായി എൻ്റെ ദാസന്മാർ, എൻ്റെ അടിമകൾ എൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടിതാ വന്നിരിക്കുകയാണ് എന്ന് അറഫയുടെ ദിവസത്തിൻ്റെ വൈകുന്നേരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം എത്രമാത്രമാണ് സഹോദരന്മാരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിതത്തിൽ ഹിജ്റ 10ാമത്തെ വർഷം അറഫയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണം, അതാണ് ഹജ്ജത്തുൽ വിദാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകം അവസാനിക്കുന്നത് വരെ ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയുടെ ആ പ്രസംഗത്തിന്റെ സമയത്ത് വളരെ കൃത്യമായി കൊണ്ട് സ്വഹാബിമാർക്ക് വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലൊന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രവാചകന്റെ മരണത്തെക്കുറിച്ചുള്ള സൂചനയാണ്. അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി ഉബയ്യിൻ ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. മനുഷ്യരെ, എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കൊല്ലത്തിന് ശേഷം ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട്, അഥവാ അറഫയിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഒരുപക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് മുമ്പിൽ പറഞ്ഞപ്പോൾ, ജീവന തുല്യം സ്നേഹിച്ചിരിക്കുന്ന ആ പ്രവാചകന്റെ വിയോഗത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് സ്വഹാബികൾക്ക് കൃത്യമായി മനസ്സിലാകുകയാണ് ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നു. ആ ഹജ്ജിന് ശേഷം ഏകദേശം 84 ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചത്. അതിനുശേഷം വഫാത്താകുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറഫയുടെ ദിവസത്തിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഖുദൂ അന്നി മനാസികകും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുക. ഞാൻ ഏത് രീതിയിലാണ് പഠിപ്പിച്ചത് ആ രീതി നിങ്ങൾ പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ അടുത്ത കൊല്ലം ഇതേപോലെ പഠിപ്പിക്കാൻ, ഇതേപോലെ ഹജ്ജ് നിർവഹിക്കുവാൻ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് പോലെയുള്ള ഓരോ കർമ്മങ്ങളും കൃത്യമായി നിങ്ങൾ പാലിക്കണം, പഠിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ സന്ദർഭത്തിലായിരുന്നു സൂറത്തുൻ നസ്റിന്റെ അവതരണം ഉണ്ടായിരുന്നത്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന് തുടങ്ങുന്ന ആയത്ത് അവതരിപ്പിച്ചപ്പോൾ സ്വഹാബികൾക്ക് മനസ്സിലായി ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചുള്ള വൃത്താന്തമാണ് എന്ന് മനസ്സിലായി. മുഫസ്സിരീങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരന്മാരെ.
അതുപോലെയുള്ള മരണം നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും ദിവസങ്ങളിൽ സഹോദരന്മാരെ, ഞാൻ നാളെ ഖബറിലായിരിക്കും എന്നുള്ള ചിന്തകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടോ? കാലാകാലം ദുനിയാവിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണോ? അത് സാധിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ വിളികൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് പോകേണ്ട ആളുകളാണ് നമ്മൾ എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിത്തീരണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പറഞ്ഞത്, ഇതാ രക്തവും അഭിമാനവും ജനവും പവിത്രമാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മനുഷ്യജീവൻ ഏറെ പവിത്രതയും ആദരണീയവുമാണ്. ഏത് മനുഷ്യൻ്റെതാണെങ്കിലും ശരി, അവന്റെ ജീവന് വിലയുണ്ട്. കാരണം എന്താണ്? ആ ജീവൻ നൽകിയത് അള്ളാഹുവാണ്. സകല മനുഷ്യരുടെയും ജീവന് വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ജാതി, വർഗ, വർണ്ണ വൈജാത്യങ്ങളില്ലാത്ത രീതിയിൽ എല്ലാവരുടെയും ജീവന് വിലയുണ്ട് എന്ന് പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം. ആദമിന്റെ സന്തതികൾ. ആരാണ് ആദമിന്റെ സന്തതികൾ? ദുനിയാവിൽ വന്നിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ആദമിന്റെ സന്തതികളാണ്. ആ ആദമിന്റെ സന്തതികളെ ഞാനിതാ ആദരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ ചിന്തിച്ചു നോക്കുക, ഏത് മനുഷ്യനെയാണ് നമുക്ക് ഉപദ്രവിക്കാൻ കഴിയുക? ഏത് മനുഷ്യന്റെ അഭിമാനത്തെ നമുക്ക് ക്ഷതപ്പെടുത്തുവാൻ സാധിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടി പറഞ്ഞു. റസൂൽ സഹാബികളോട് ചോദിക്കുകയാണ്, അയ്യ യൗമിൻ ഹാദാ, ഇതേതാണ് ദിവസം എന്ന് നിങ്ങൾ അറിയുമോ? ഖാല അന്നാസ്, അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, യൗമുൻ നഹർ, അത് നഹറിന്റെ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഫഅയ്യു ശഹരിൻ ഹാദാ, അയ്യു ബലദിൻ ഹാദാ എന്ന് ചോദിച്ചപ്പോൾ സഹാബികൾ മറുപടി പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ഇതേതാണ് മാസം എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി കൊടുത്തു, ഹജ്ജിന്റെ സമയമാണ്. ഇത് ഏതാണ് രാജ്യം എന്ന് ചോദിച്ചപ്പോൾ, നാട് എന്ന് ചോദിച്ചപ്പോൾ അത് മക്കയാണ് എന്ന് പറഞ്ഞു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും എണ്ണി പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, ഫഇന്ന ജിമാഅകും വഅംവാലകും വഅഅറാലകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ ഇലാ യൗമി തൽഖൗനഹു. നിങ്ങളുടെ ഈ നാടിനും ഈ മാസത്തിനും ഈ ദിനത്തിനും എപ്രകാരം നിങ്ങൾ ആദരവ് കൽപ്പിക്കുന്നുവോ അതേ പ്രകാരം നിങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടുവോളം അഭിമാനവും ധനവും പരസ്പരം കയ്യേറുന്നതാ ഞാൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റൂല. നോക്കിയാട്ടെ, ഇത് ഇസ്ലാമിനല്ലാതെ വേറെ ആർക്കും പറയാൻ കഴിയാം? ഇത്ര കൃത്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ പറഞ്ഞിട്ടും എന്നിട്ടും പറയുകയാണ് ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന്. അത് ഇസ്ലാം പഠിക്കാത്തത് കൊണ്ടാണ്, ഇസ്ലാമിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ഇസ്ലാമിനെ അതിന്റെ സോഴ്സിൽ നിന്ന് മനസ്സിലാക്കാത്തതും അറിയാത്തതും കൊണ്ടാണ്. സഹോദരന്മാരെ, അന്യായമായും ഒരാളെയും വധിക്കാനോ രക്തം ചിന്തുവാനോ ഇസ്ലാം ഒരിക്കലും അനുവദിക്കപ്പെടുന്നില്ല. യഥാർത്ഥ മുസ്ലിം വർഗീയത കൊണ്ട് നടക്കാൻ കഴിയില്ല. സഹോദരന്മാരെ, ഒരു മുസ്ലിമിന് വർഗീയമായ ചിന്തകൾ ഉണ്ടാക്കുവാൻ അവനൊരിക്കലും സാധിക്കില്ല. ഒരു മുസ്ലിമിനെ ഒരിക്കലും തീവ്രവാദിയാകുവാൻ ഒരിക്കലും സാധിക്കില്ല. അവൻ അങ്ങനെ നടക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അവന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയത്തിനെതിരാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ നേരെ ആയുധം പോലും ചൂണ്ടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ ആ ആയുധം കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ മൂർത്തമാകം നിങ്ങൾ താഴേക്കാക്കി വെക്കണമെന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആശയം എത്ര മഹത്തരമാണ് സഹോദരന്മാരെ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുക, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ് വ ഇൻ ആബാക്കും വാഹിദ്. ഹേ മനുഷ്യരെ, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. എന്നിട്ട് റസൂൽ പറയാണ്, അലാ ലാ ഫളല ലി അറബി അലാ അഅജമി വലാ ലി അഅജമി അലാ അറബി.
വലാ അഹ്മർ അലാ അസ്വദ് വലാ അസ്വദ് അലാ അഹ്മർ ഇല്ലാ ബിത്തഖ്വ. റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു അറബിക്കും ഒരു അനറബിയേക്കാളും, ഒരു അനറബിക്ക് അറബിയേക്കാളും കറുത്തവന് വെളുത്തവനേക്കാളും ഒരു പ്രാധാന്യമില്ല. ശരീരത്തിലെ തൊലി കറുത്തു എന്നുള്ളത് കൊണ്ട് അവനെ മാറ്റി നിർത്തേണ്ടവനല്ല. ശരീരത്തിന്റെ തൊലികൾ വെളുത്തു എന്നുള്ളത് കൊണ്ട് അവൻ ഉന്നതയിലിരിക്കേണ്ടവനല്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ഇല്ലാ ബിത്തഖ്വ. അവൻ ശ്രേഷ്ഠമാകുന്നത് അവന്റെ തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. കറുത്തവൻ അവൻ ശ്രേഷ്ഠനാകുന്നത് എങ്ങനെയാണ്? അവന്റെ തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. വെളുത്തവൻ, ഉന്നതനായവൻ, അവൻ അള്ളാഹുവിന്റെ അരികിൽ ശ്രേഷ്ഠനായി തീരുന്നത് അവന്റെ തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഇസ്ലാം. ഇതാണ് മാനവികർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ ആദർശം. സഹോദരന്മാരെ, ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ പറഞ്ഞു കൊടുത്ത വിഷയമാണ്. മൂന്നാമത്തെ കാര്യം സഹാബികളോട് പറഞ്ഞു, ജാഹിലിയത്തിലെ എല്ലാ തിന്മകളും നിങ്ങൾ ഒഴിവാക്കണം. ജാഹിലിയത്തിൽ നിങ്ങൾ എന്തൊക്കെ തിന്മകൾ ചെയ്തിട്ടുണ്ടോ ആ തിന്മകളൊക്കെ ഒഴിവാക്കണം. അജ്ഞാനകാലത്ത് നടന്ന ജീവനാംശങ്ങൾക്കുള്ള എല്ലാ പ്രതികാര നടപടികളെയും ഞാനിതാ ദുർബലപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനിതാ പലിശ നിരോധിച്ചിരിക്കുന്നു. വഇന്ന കുല്ല റിബാ മൗദൂഉൻ വലക്കും റൂസ് അംവാലിക്കും ലാ തലലിമൂന വലാ തുലമൂൻ ഖലല്ലാഹു അൻ ലാ റിബൻ വഇന്ന റിബാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മൗദൂഉൻ കുല്ലുഹു. റസൂൽ പറയാണ്, അജ്ഞാന കാലത്തെ പലിശ ഇടപാടുകളെയൊക്കെ ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. അന്ന് അവർ പലിശയുടെ ആൾക്കാരായിരുന്നു, കള്ളുകുടെയും വ്യഭിചാരത്തിന്റെയും ആൾക്കാരായിരുന്നു. പലിശയിലൂടെ ജീവിക്കുന്നവരായിരുന്നു. പലിശയില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. ആ സമൂഹത്തോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇതാ പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഇനങ്ങളും ഞാൻ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. എന്റെ പിതൃവ്യൻ അബ്ബാസിന് കിട്ടാനുള്ള പലിശ ഞാനിത് ആദ്യമായി ദുർബലപ്പെടുത്തുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താണ്? അല്ലാഹു പറഞ്ഞു, യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയെ ദുർബലപ്പെടുത്തും, സ്വദഖയെ വളർത്തും. പലിശ വാങ്ങിച്ചിട്ട് പലിശ കൊടുത്തിട്ട് ആരെങ്കിലും നല്ലവരായി ജീവിച്ചിട്ടുണ്ടോ? ഇല്ല, ലോകത്താരും ജീവിച്ചിട്ടില്ല സഹോദരന്മാരെ. അതിനെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുക എന്നല്ലാതെ. ജീവിതത്തിൽ ലോട്ടറി എടുത്തവർ അല്ലേ, ജീവിതത്തിൽ ലോട്ടറി എടുത്തവൻ ഒരുപക്ഷെ 1-2 പ്രാവശ്യം പൈസ കിട്ടിയെന്ന് വരും. കോടി കിട്ടിയവൻ തന്നെ ഇന്ന് നരകിക്കുകയാണ് ചെയ്യുന്നത്. എന്താ കാരണം? അല്ലാഹ് പറഞ്ഞതാണ്, പലിശ വാങ്ങരുത്. അത് ബാങ്കിലെ മാത്രമല്ല, അതല്ലാത്ത പലിശകളും കാര്യങ്ങളൊക്കെ പല രൂപത്തിലും ഇപ്പോൾ പുതിയ മോഡേൺ ആയിക്കൊണ്ട് പല പലിശകളും വന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ. വീട് വെക്കാൻ, വാഹനം വാങ്ങാൻ, കച്ചവടം നടത്താൻ, തുടർ വിദ്യാഭ്യാസം നടത്താൻ, വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ വരെ എന്ത് ചെയ്യാണ്? പലിശയുടെ സപ്പോർട്ടാണ്. നമ്മൾ എന്ത് ചെയ്യും? വീടുണ്ടാക്കും, സാധനം ഒന്നും വാങ്ങാനൊന്നും പേടിക്കണ്ട. വീട് പൊങ്ങാതിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ ആളുകൾ വരും. സാധനങ്ങൾ വേണ്ടേ? വേണം, പൈസ ഇല്ല, അത് നിങ്ങൾ പേടിക്കണ്ട, എല്ലാം വീട്ടിലെത്തിച്ചേരാം. എന്നിട്ട് നമ്മൾ വാങ്ങിക്കാം. ചിന്തിച്ചു നോക്കിയട്ടെ, നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ പലിശയിലൂടെ ഫോൺ എടുത്തവരുണ്ട്? നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ലോണിലൂടെ, പലിശയിലൂടെ വാഹനമെടുത്തവരുണ്ട്? നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ലോണിലൂടെ വീട് കയറ്റിയവരുണ്ട്? ആ വീട്ടിലാണല്ലോ നമ്മൾ താമസിക്കുന്നത്. എങ്ങനെ ബർക്കത്തുണ്ടായിത്തീരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് പറഞ്ഞില്ലേ സഹോദരന്മാരെ, പലിശ ഇതാ വിരോധിച്ചിരിക്കുന്നു. എല്ലാവിധ പലിശകളും, വെറും പലിശയല്ല പറഞ്ഞത്, പലിശയുടെ എല്ലാ ഇടപാടുകളും എല്ലാ ഇനങ്ങളും ഞാനിതാ നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങരുത് എന്ന് പഠിപ്പിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചകന്റെ ഈ വാക്ക്. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ വെച്ചുകൊണ്ട് പറഞ്ഞത്, സത്യവിശ്വാസികളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. നമുക്കങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, വിശ്വാസികളാണ് നമ്മൾ, സാധാരണക്കാരെ പോലെയല്ല. യാ അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫലാ യഹല്ലു ലിഇംരിൻ മാലു അഖിഹി ഇല്ലാ മാ അഅതാഹു അൻ ത്വീബ നഫ്സിൻ മിൻഹു ഫലാ തദ്ലിമു അൻഫുസകും. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. തന്റെ സഹോദരന്റെ
സംതൃപ്തി കൂടിയല്ലാതെ അവന്റെ ധനം കരസ്ഥമാക്കാൻ ഒരാൾക്കും പാടില്ല, കക്കാൻ പാടില്ല. അവന്റെ പെർമിഷൻ ഇല്ലാതെ അവന്റെ സ്വത്ത് എടുക്കാൻ പാടില്ല. സ്വത്തിന്റെ തർക്കത്തിൽ എത്ര ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വാപ്പ മകനെയും മകൻ വാപ്പയെയും കൊല്ലുന്നു. അർഹതയില്ലാത്ത നേടുന്നു, അർഹതയില്ലാത്തത് കൊടുക്കുന്നു, അർഹതയില്ലാത്തത് നേടാൻ വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരുതേ, നിങ്ങൾ ചെയ്യരുത്. ഒരാളുടെയും അധികാരമില്ലാതെ അവകാശമില്ലാതെ നിങ്ങൾ അവരുടെ ധനത്തിൽ കൈവക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരോടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കച്ചവടത്തിൽ അനർഹമായിട്ട് കൊള്ളയടിക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക പ്രവാചകന്റെ വാക്ക് എത്രത്തോളമാണ്. അഞ്ചാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിനോട് പറഞ്ഞ മറ്റൊരു വിഷയം, സ്ത്രീകളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം എന്ന് പഠിപ്പിച്ചു. ആരോട്? പുരുഷന്മാരോട്. അല്ലേ? നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് വലിയ കടപ്പാടുണ്ടെന്ന്. റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? അയ്യുഹന്നാസ് ഇന്നൻ നിസാ ഇൻദകും അവാനിൻ അഖ്ദതുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ഏൽപ്പിച്ച വലിയ ഒരു അമാനത്താണ് നിങ്ങളുടെ സ്ത്രീകൾ. നമ്മൾ പറയും, പുരുഷന്മാർ പറയും, എൻ്റെ ഭാര്യയ്ക്ക് എന്തുണ്ട്, എന്നോട് വലിയ കടപ്പാടുണ്ട്. അതേപോലെ തന്നെയാണ് സഹോദരന്മാരെ, സ്ത്രീകളോടും നിങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട്. ആ കടപ്പാടുകൾ നിങ്ങൾ നിർവഹിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കുമുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കൊടുക്കണമെന്ന് പഠിപ്പിച്ചു. ഇത്ര കൃത്യമായി കൊണ്ട് ഓരോ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി കൊണ്ട് ലോകർക്ക് മുഴുവനും പാഠമാകുന്ന രീതിയിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, വർത്തമാന കാലത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എത്രയാണ്. ചെറിയ കുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ, സ്ത്രീധനം എന്ന് പറയില്ലെങ്കിലും മറ്റൊരു വശത്തിലൂടെ ഇതേപോലെയുള്ള സ്ത്രീധനങ്ങൾ വാങ്ങിക്കുന്ന എത്രയോ ആളുകളുണ്ട്. വാങ്ങിച്ചവരും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. നമ്മൾ ആലോചിക്കുക, എനിക്ക് അർഹമായിട്ടുള്ള പണമാണോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന്. കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന ആദരവ്, സ്ഥാനം എത്രത്തോളം ഉണ്ട് എന്നും കൂടി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കരുത്. മനസ്സിലായിക്കോ? അയൽവാസിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. നമ്മൾ ആലോചിക്കൽ എന്താണെന്നറിയോ? എൻ്റെ അയൽവാസി പോരാ. അയാൾ ആലോചിക്കുന്നതെന്നറിയോ? നമ്മൾ പോരാന്ന്. അവൻ്റെ അയൽവാസി നമ്മളാണല്ലോ. ചിന്തിക്കുക, എന്തുകൊണ്ട് അവൻ അങ്ങനെ പറയുന്നു? എന്തുകൊണ്ട് നമ്മൾ അവനങ്ങനെ പറയുന്നു? അയൽവാസിയെ ഉപദ്രവിക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവരുതെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അനന്തര സ്വത്ത് പോലും കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാണ് അയൽവാസികൾക്ക്. അത്രമാത്രം അതിശക്തമായി ജിബ്രീൽ വന്നുകൊണ്ട് എന്നെ ഉപദേശിക്കുമായിരുന്നു. രണ്ടാമത് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട് മാന്യമായി പെരുമാറുക. ആരോടും? ഭാര്യയോട്. അവൾക്കുള്ള പ്രയാസങ്ങൾ നിങ്ങൾ അറിയണം, അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അറിയണം. നമ്മൾ മാത്രമല്ല കഷ്ടപ്പെടുന്നത്. അതിരാവിലെ ഒരു ശമ്പളവുമില്ലാതെ പണിക്ക് വേണ്ടി ഇറങ്ങുകയാണ് സഹോദരന്മാരെ. ഒരു പണി പോലും, ഒരു ശമ്പളം, ആ പണിക്ക് ഒരു ശമ്പളം പോലും വായിക്കുന്നില്ല. രാവിലെ തുടങ്ങുക, രാവിലെ ഭക്ഷണം, രാവിലെ എഴുന്നേൽക്കുന്നു, മക്കളെ എഴുന്നേൽപ്പിക്കുന്നു, അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു, അലക്കുന്നു, വീണ്ടും ഭക്ഷണം ഉണ്ടാക്കുന്നു. ഉച്ചനേരത്ത് തിരിച്ചെത്തുമ്പോൾ നമ്മൾക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. ഒരല്പം വിശ്രമിക്കാൻ നോക്കുമ്പോൾ മക്കളത് സ്കൂൾ വിട്ട് വരുന്നു, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ രാത്രിയുടെ ഭക്ഷണം. എപ്പോഴാ പാവം ഉറങ്ങുന്നത്? രാത്രിയുടെ 11 മണിക്കും 12 മണിക്കും ഉറങ്ങുക. എല്ലാം കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ മക്കൾ എഴുന്നേൽക്കുന്നു, അതിന് താരാട്ട് പാടുന്നു. എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് നമ്മുടെ ഭാര്യമാർ എന്നും കൂടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുവേ, എനിക്ക് ഏറ്റവും നല്ല ഭാര്യയായ ആയിഷയെ തന്ന അല്ലാഹുവേ, നിനക്ക് സർവസ്തുതിയുമായിരുന്നു. സർവസ്തുതിയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ഭാര്യയെക്കുറിച്ചിട്ട്. എല്ലാ ദിവസവും ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ, എൻ്റെ ഭാര്യ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ്? അല്ലാഹു എൻ്റെ ഭാര്യയ്ക്ക് നീ ബർക്കത്ത് കൊടുക്കണമെന്ന് പറയാൻ കഴിയാറുണ്ടോ?
അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഭാര്യമാരോട് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വർത്തിക്കണം എന്നുള്ളത്. ആറാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ് സഹോദരന്മാരെ, ഇസ്ലാമിക പ്രബോധനം. പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാഇന്റെ ആ പ്രസംഗത്തിൻ്റെ അവസാന സമയത്ത് ആ സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെല്ലാവരും പരലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് എത്തും. അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്ന സമയത്ത് എന്നെക്കുറിച്ച് അള്ളാഹു ചോദിക്കും, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയും എന്ന് ചോദിച്ചപ്പോൾ ആ സമൂഹം ഒന്നടങ്കം പറയുകയാണ്. റസൂൽ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എത്തിക്കേണ്ട ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? എന്തെങ്കിലും ഞാൻ വിട്ടുപോയോ? സ്വഹാബികൾ പറയാണ്, ഇല്ല റസൂലേ, എല്ലാ കാര്യങ്ങളും എല്ലാ ബാധ്യതകളും താങ്കൾ ഞങ്ങളോട് നിർവഹിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറയാണ്, അള്ളാഹു ഈ പറയുന്ന നീ സാക്ഷിയാണ് റബ്ബേ, നീ സാക്ഷിയാണ്. ആരാ പറയുന്നത്? നാളെ സ്വർഗത്തിലേക്ക് ആദ്യമായി പോകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു പരാതിയും ഇല്ലാതെ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയോ സഹോദരന്മാരെ? നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകളുണ്ട്, നമ്മുടെ കുടുംബത്തിലില്ലേ ഈ ഇസ്ലാമിനെ അറിയാത്തവർ, ശിർക്ക് ചെയ്യുന്നവർ, ബിദ്അത്ത് ചെയ്യുന്നവർ? നാട്ടിൽ പോട്ടെ, വീട്ടിലില്ലേ? ഭാര്യമാരില്ലേ? മക്കളില്ലേ? ഭർത്താക്കന്മാരില്ലേ? ഉപ്പയില്ലേ? ഉമ്മയില്ലേ? ശിർക്ക് ചെയ്യുന്നവർ. അവരോട് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പേടിയാണ് നമുക്ക്. പറഞ്ഞാൽ പ്രശ്നമാണ്, വീട്ടിൽ നിന്ന് പുറത്താക്കും. ആ പാരമ്പര്യം ആരേതല്ല? ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമല്ല. എന്നെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കിയാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ പറയേണ്ടത് പറയും. അതിനാണല്ലോ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അവരാണ് വിജയിക്കുക. നമ്മൾ വിചാരിക്കണ്ട, ഒരു തെറ്റ് കണ്ടിട്ട് ഒരു മനുഷ്യനോട് സതുദ്ദേശത്തോടു കൂടി അത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എന്നെ വെറുക്കുമെന്ന്, ഉപ്പ എന്നെ വെറുക്കോ, ഉമ്മ എന്നെ വെറുക്കോ? അള്ള പറഞ്ഞതെന്നറിയോ? നിങ്ങൾ വെറുക്കും പക്ഷേ ആ കൂട്ടം ആളുകൾക്കാണ് വിജയം എന്ന് പറഞ്ഞത്. ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ആളുകൾക്കാണ് വിജയം. ഇതാരാ നടത്തേണ്ടത്? പള്ളിയിലെ ഇമാമാണോ? അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ? അല്ല, നമ്മൾ ഓരോരുത്തരും പ്രായം ചെന്നവർ അവരും വേണം. യുവാക്കൾ അവരുടെ യുവത്വ കാലഘട്ടം ഇസ്ലാമിക പ്രബോധനത്തിന് വേണം സഹോദരന്മാരെ. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവേ, എൻ്റെ ഈ കാലഘട്ടം മുഴുവനും ഈ പ്രബോധനത്തിന് വേണ്ടി ഞാൻ ചെലവഴിച്ചു, ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. അല്ലാഹു നീ സാക്ഷിയാണ് റബ്ബേ, സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിട പറഞ്ഞു പോകുന്നത്. റസൂൽ പറഞ്ഞല്ലോ, ഫവല്ലാഹി ബിഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹുമുറുൻ നഅം. തൻ്റെ പരിശ്രമം കൊണ്ട് ഒരു മനുഷ്യൻ ഹിദായത്തിലാകുകയാണെങ്കിൽ ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ പുണ്യമുണ്ടെന്നാണ്. ചുവന്ന ഒട്ടകം നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ കാറ് പേര് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ആ കാറ് കിട്ടുന്നതിനേക്കാളും പുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഒരാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിലും പറഞ്ഞവരുടെ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കാൻ കഴിയല്ലോ, എഴുതിയവരുടെ ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചു കൊടുക്കാൻ കഴിയല്ലോ. ഒരു ഉദറും പറയാൻ കാരണവും പരലോകത്ത് നമുക്ക് പറയാൻ കഴിയില്ല സഹോദരന്മാരെ. ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് യഥാർത്ഥത്തിൽ ഈ പ്രബോധന ദൗത്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്ത് വിദായിൽ വെച്ചുകൊണ്ട് അന്ന് സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പ്രസക്തമാണ്. ഈ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കും. ആര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും ശത്രുക്കളുണ്ട് ഇസ്ലാമിന്. മുസ്ലിങ്ങളുടെ പേരുകളുള്ള ആളുകൾ തന്നെ ഇസ്ലാമിന് ശത്രുക്കളായി മാറിയിട്ടുണ്ട്. ശരി തന്നെയാണ്. പക്ഷേ ഈ ആദർശം വിജയിക്കുക തന്നെ ചെയ്യും. ഈ ആദർശം വിജയിക്കാൻ നമ്മളൊരു മാതൃകയാവണം. ഒരു യഥാർത്ഥ മുസ്ലിം, ഒരു യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് കഴിയണം സഹോദരന്മാരെ. അങ്ങനെയുള്ള ആളുകൾക്കാണ് വമ്പിച്ച വിജയമുള്ളത്.
സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഗൗരവത്തിൽ ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഇൽ ലോക ജനതയ്ക്ക് വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രസക്തമായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ദുൽഹിജ്ജ 9. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാം പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 2 പെരുന്നാളുകൾ വളരെയധികം സന്തോഷം നൽകുന്ന സന്ദർഭവും സാഹചര്യവുമാണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, മറക്കാതെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ദുൽഹിജ്ജ 9. നബിയും സ്വഹാബികളും ചെയ്തിരിക്കുന്ന ദുൽഹിജ്ജ 9 പ്രഭാതം മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അഥവാ ചൊവ്വാഴ്ച അസ്ർ വരെ തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് വമ്പിച്ച പുണ്യമുള്ള ഒരു കാര്യമാണ് സഹോദരന്മാരെ. ദുൽഹിജ്ജ 13 അന്ന് അസ്ർ വരെ നമ്മുടെ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് ചൊല്ലാം, നമ്മുടെ വീടുകളിൽ വെച്ചുകൊണ്ട് ആ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. പള്ളികളിൽ നമസ്കാരത്തിൻ്റെ ശേഷം, അതേപോലെ മറ്റുള്ള സമയങ്ങളിലൊക്കെ ഒറ്റക്കൊറ്റക്കായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? തക്ബീറുകൾ ചൊല്ലാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ദുൽഹിജ്ജ 10 പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രത്യേകമായ കുളിയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം തന്നെ 2, 3, 4 പ്രാവശ്യം കുളിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ സാധാരണ പോലെയുള്ളൊരു കുളിയല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ച സുന്നത്തായ കുളി. ആ നിയ്യത്തോട് കൂടി കുളിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഏറ്റവും പുതിയ വസ്ത്രം ധരിക്കാൻ വേണ്ടി, കൂട്ടത്തിലെ പുതിയ വസ്ത്രം ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ പുരുഷന്മാർ സുഗന്ധം പൂശുക സുന്നത്താണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പാടില്ല. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുരുഷന്മാരും ശ്രദ്ധിക്കണം. നമ്മുടെ ഭാര്യമാരും മക്കളും സുഗന്ധം പൂശുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്. പുരുഷന്മാർക്കാണ് അത് സുന്നത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 4-ാമത്തെ കാര്യം, ഈദുൽ അദ്ഹയുടെ സമയത്ത്, ഈദുൽ ഫിത്തറിന് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾ വരാറുള്ളത്. ഈദുൽ അദ്ഹയ്ക്ക് പ്രവാചകന്റെ സുന്നത്ത് എന്നുള്ളത് ഭക്ഷണമൊന്നും കഴിക്കാതെ നിസ്കാര സ്ഥലത്തേക്ക് വരിക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സാധിക്കുമെങ്കിൽ അടുത്തുള്ള ആളുകളൊക്കെ നടന്നു വരാൻ വേണ്ടി ശ്രദ്ധിക്കാം. അത് പറ്റും. നമ്മുടെ ഭാര്യയും മക്കളെയും നമ്മുടെ നിസ്കാരം ഇപ്രാവശ്യം മഴ ഉണ്ടാകുമെന്നുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. രാവിലെ 7:30 അപ്പോൾ നമ്മുടെ മക്കളെയും ഭാര്യയെയും എല്ലാവരെയും കയ്യും പിടിച്ച് തക്ബീറുകൾ ചൊല്ലി സുന്ദരമായി വരിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. വാഹനത്തിൽ വന്നു എന്നുള്ളത് കൊണ്ടൊന്നുമില്ല, തെറ്റൊന്നുമില്ല. പക്ഷേ ആ സുന്നത്ത് എന്ത് ചെയ്യണം? നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ വേറെ വഴിയും, പോകുന്ന സമയത്ത് മറ്റൊരു വഴിയിലൂടെയും പോയിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വരുന്ന സമയത്ത് തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് പുരുഷന്മാർ ഉച്ചത്തിലും സ്ത്രീകൾ വളരെ പതുക്കെയും തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളതാണ് പ്രവാചക സുന്നത്തുള്ളത്. അതേപോലെ തന്നെ സ്വതക്ക വർദ്ധിപ്പിക്കുക. സ്വതക്ക പെരുന്നാളിൻ്റെ സമയത്ത് മാത്രമല്ല, ഇന്ന് നമുക്കറിയാലോ ദുൽഹിജ്ജ 9. നമ്മൾ നോമ്പനുഷ്ഠിച്ച ആളുകളാണ്. ഇന്നും നമുക്ക് എന്ത് ചെയ്യാം? സ്വതക്ക ഒരുപക്ഷെ നാളത്തേക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞോളന്നില്ല. ഒരുപക്ഷെ ഇന്നായിരിക്കാം നമ്മുടെ ലാസ്റ്റത്തെ സ്വതക്ക, പറയാൻ കഴിയില്ലല്ലോ. ഇന്നും സ്വതക്ക ചെയ്ത് നാളെയും സ്വതക്ക കൊടുക്കാനുള്ളൊരു മനസ്സ് സഹോദരന്മാരെ, നല്ലൊരു അവസരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പരസ്പരം എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പെരുന്നാളാണ്,
ആഘോഷമാണ്, എല്ലാവർക്കും അറിയാം. ഹറാമിൻ്റെ മാർഗത്തിലുള്ള ആഘോഷങ്ങൾ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ. മ്യൂസിക്കുകളും അതുപോലുള്ള ഹറാമുകളും വെച്ച് ഈദ്ഗാഹിലേക്ക് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പം തന്നെ വണ്ടിയിൽ എന്ത് ചെയ്യാണ്, മ്യൂസിക് ഇട്ടിട്ടാണ് വരിക. അതിനെക്കൊണ്ട് എന്ത് കാര്യമുള്ളത്? നിസ്കരിക്കാൻ വരുന്ന സമയത്ത് പല സ്ത്രീകളും ഇസ്ലാമികമല്ലാത്ത വേഷത്തോടു കൂടി വരുന്നവരുണ്ട്. പാടില്ല സഹോദരിമാരെ. നമ്മളിവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഈ പള്ളിയിൽ തന്നെ താഴത്തും മുകളിലും സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നിസ്കരിക്കാൻ കഴിയാത്ത പാടില്ലാത്ത സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാതെ സ്വല്പം അപ്പുറമായിട്ട് പള്ളി അല്ലാത്ത ഭാഗത്ത് ഖുത്ബ കേൾക്കാനുള്ള സംവിധാനങ്ങൾ കൂടി നിങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. രാവിലെ 7:30 നിസ്കാരം. 7:30 എന്ന് പറഞ്ഞാൽ 7:30 തുടങ്ങണം നമുക്ക്. അതിന് 7 മണിക്ക് തന്നെ എല്ലാവരും പള്ളിയിലെത്തുക. ഒരു അരമണിക്കൂർ തക്ബീറുകൾ ചൊല്ലി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് എന്ത് ചെയ്യണം സഹോദരന്മാരെ ഉണ്ടാവണം. കാരണം ഉദയത്തും കൂടി ഉള്ളതാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തീർക്കേണ്ടതാണ്. അതുകൊണ്ട് കൃത്യസമയം എന്ത് ചെയ്യണം, പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞല്ലോ, നമ്മുടെ കിബില ചെറിയൊരു ഡയറക്ഷൻ മാറിയിട്ടുണ്ട് എന്നുള്ള വിഷയം. ആ സമയത്ത് നമ്മുടെ കാർപ്പറ്റിൻ്റെ വലിയൊരു വർക്കുകൾ എന്ത് ചെയ്തിരുന്നു, നടന്നു. എവിടെ നടന്നത്? അള്ളാൻ്റെ പള്ളി. ആരാണ് സംരക്ഷിക്കേണ്ടത്? നമ്മളാണ്. നമ്മൾ ഓരോരുത്തരും ഏകദേശം ഒരു 65,000 രൂപയോളം എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാൻ്റെ ഭവനത്തിൻ്റെ വേണ്ടി ചിലവായിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, വഹിക്കണം. വേറെ ആരുമല്ല വഹിക്കേണ്ടത്. അതിൻ്റെ ഒരു വിഹിതം പൂർണ്ണമായി എടുക്കാൻ പറ്റുന്ന ആൾക്കാർ പൂർണ്ണമായിട്ട് എടുത്താലോ. ഇത്രയും ആളുകൾ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ കൂലി ഉണ്ടാവുമല്ലോ. ഇനി അതല്ല, എന്നെക്കൊണ്ട് അത് പറ്റൂല, പകുതിയാണ്, സാരില്ല മതി, ഇനി അതല്ല ഞാൻ എത്ര തരാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ സഹോദരന്മാരെ, ഇന്ന് അതിൻ്റെ കടം തീർക്കാൻ വേണ്ടി, കട ആയാൽ നമ്മളെല്ലാവരാണല്ലോ ഉത്തരവാദികൾ, ആ കടം തീർക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന് എന്തുണ്ട്, അതിൻ്റെ ഒരു കളക്ഷൻ സ്വതക്കയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, സഹകരിക്കണം. നിങ്ങൾ പിന്നെ പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ സംഖ്യ ഏൽപ്പിക്കാം. അല്ലാത്ത ആളുകൾക്കുള്ളതിന് സൗകര്യമുണ്ട്. പക്ഷേ ആ കടം എന്ത് ചെയ്യണം, ഇന്ന് തീരണം. സ്ത്രീകളും അതിൻ്റെ ഒരു ഭാഗമായി തീരണം എന്ന് പ്രത്യേകം എന്ത് ചെയ്യാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും സുപരിചിതനായിരിക്കുന്ന, എല്ലാവർക്കും അറിയുന്ന, നമ്മുടെ പള്ളിയുമായിട്ടൊക്കെ നല്ല അടുപ്പമുള്ള നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന അയ്യൂബ് സാഹിബ് ഇന്നലെ ഒരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാണ് ഉള്ളത്. എല്ലാവരുടെയും ഈ പുണ്യദിനത്തിൽ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആരോഗ്യം നൽകി, ആഫിയത്ത് നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ. ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവെ അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകണമേ. നാളെ മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.